നമസ്കാരം, ഞാൻ ഡോക്ടർ നാദിയ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും. നമ്മുടെ ചർമ്മത്തിന്റെ ഏജിംഗ് പ്രോസസ്സ് ഡിലേ ആക്കാനും നിറം വർദ്ധിപ്പിക്കാനുമുള്ള കാര്യത്തിൽ ഈ വൈറ്റമിൻസ് പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി സീറം വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ഇയുടെയും ഉപയോഗവും വൈറ്റമിൻ സി സീറം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് വൈറ്റമിൻ സിയുടെയും ഇയുടെയും ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഏജിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ, അതായത് നമുക്ക് പ്രായമായി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിലാണല്ലേ കാണിച്ചു തുടങ്ങുന്നത്. അതായത് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരിക, കറുത്ത പാടുകളൊക്കെ വരിക, അതുപോലെ മുഖം ചുരുങ്ങുകയോ അല്ലെങ്കിൽ തൂങ്ങിപ്പോവുകയോ ചെയ്യുക, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിനെല്ലാം കാരണം നമ്മുടെ സ്കിന്നിലുള്ള കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും പ്രൊഡക്ഷൻ മന്ദീഭവിക്കുന്നതും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കലിന്റെ പ്രൊഡക്ഷനുമാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കലിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ആന്റി ഓക്സിഡൻസ് ആവശ്യമുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് വൈറ്റമിൻ സിയിലൂടെയും വൈറ്റമിൻ ഇയിലൂടെയും ലഭിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയിലൂടെ നമുക്ക് കൊളേജിന്റെയും ഇലാസ്റ്റിന്റെയും പ്രൊഡക്ഷൻ കൂട്ടുവാനും സാധിക്കും. ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ലഭിക്കും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് വൈറ്റമിൻ സിയും ഇയും ലഭിക്കും. അതുപോലെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ നമ്മളെ സ്കിന്ന് ഇത് അബ്സോർബ് ചെയ്തെടുക്കുകയും ഇതിന്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ വൈറ്റമിൻ സിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അത് കാരണം നമുക്ക് നിറം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാമാണ് വൈറ്റമിൻ സിയുടെയും ഇയുടെയും ഒക്കെ ഗുണങ്ങൾ. ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് വൈറ്റമിൻ സി റിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്? അതായത് ഫ്രൂട്ട്സിൽ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ചെറുനാരങ്ങ, അങ്ങനെയുള്ള നാരങ്ങകളിലും, അതുപോലെ പച്ചക്കറിയാണെങ്കിൽ നമ്മുടെ ചീര, കാബേജ്, ബ്രക്കോളി, ക്യാപ്സിക്കം തന്നെ അതിൻ്റെ മഞ്ഞ വെറൈറ്റിയിലാണ് ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നെല്ലിക്ക വൈറ്റമിൻ സിയുടെ ഒരു ബെസ്റ്റ് സോഴ്സ് ആണ്. അപ്പം ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം വളരെ നന്നായിരിക്കും. വൈറ്റമിൻ സി ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു വൈറ്റമിൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണ കാര്യത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ സി സീറം. അതിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് 10% മുതൽ 50% വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിൽ പലരും അത് യൂസ് ചെയ്യുന്നവരുമായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അതായത് വൈറ്റമിൻ സി സീറത്തിൽ 10 to 20% വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉള്ളത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം വൈറ്റമിൻ സി സീറം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കമ്പൈൻഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് വൈറ്റമിൻ സി സീറം മാത്രമല്ല അതിലുള്ളത്, അതിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് ഹൈലൂറിക് ആസിഡോ അല്ലെങ്കിൽ മറ്റു പല ആസിഡുകളും ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടന്റ് നോക്കിയിട്ട് വേണം എപ്പോഴും അത് സെലക്ട് ചെയ്യാൻ. മെയിനായിട്ട് 3 സ്കിൻ ടൈപ്പ് ആണല്ലോ ഉള്ളത്. ഒന്ന് ഓയിലി ആയിട്ടുള്ള സ്കിന്ന്, രണ്ടാമത്തത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, മൂന്നാമത്തത് ഇതിൻ്റെ ഒരു കമ്പൈൻഡ് സ്കിന്നാണ്. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ സ്കിന്നുള്ള ഒരാളെ സംബന്ധിച്ച് വൈറ്റമിൻ സി സീറത്തിൻ്റെ കൂടെ ഹൈലൂറിക് ആസിഡ് കൂടിയ വൈറ്റമിൻ സി സീറം സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കുറവുള്ള
സിറങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് തന്നെ നമ്മുടെ കയ്യിലെല്ലാം അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പലപ്പോഴും പെട്ടെന്ന് തന്നെ റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വൈറ്റമിൻ സി സീറം എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ നല്ലത്? എപ്പോഴും നല്ലത് നമ്മൾ നൈറ്റിൽ കിടക്കുമ്പോഴാണ്. അതായത് മുഖമെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വൈറ്റമിൻ സി സീറം 4-5 ഡ്രോപ്പ് എടുത്ത് ഫേസിൽ ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരു 40+ അല്ലെങ്കിൽ 45+ ആയിട്ടുള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ദിവസം 2 നേരം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെ വൈറ്റമിൻ ഇയും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മീഡിയത്തിൻ്റെ കൂടെ വേണം വൈറ്റമിൻ ഇ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ. അതൊരു ഫാറ്റാണ് കേട്ടോ. വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ഫാറ്റാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ കൂടെയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ ഒക്കെ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിയുന്നതും ഓയിലി സ്കിന്നുകാർ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഇത് കുറച്ചും കൂടെ ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മുഖക്കുരൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ അത് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ സ്കിന്ന് സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും അതുപോലെ നല്ല തിളക്കമുള്ളതാവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റമിൻ സി സീറത്തിൻ്റെ പ്രിപ്പറേഷനാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ കൂടെ വൈറ്റമിൻ സി സീറത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വൈറ്റമിൻ സി സീറം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഓറഞ്ച്, റോസ് വാട്ടർ. ഈ റോസ് വാട്ടർ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ രീതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, കറ്റാർ വാഴ ജെൽ. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്ത് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഓർഗാനിക് ഓറഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മളൊന്ന് കഴുകി ഉണക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം ധാരാളം കീടനാശിനിയൊക്കെ അടിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും നല്ലത് മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലൊന്ന് കഴുകി അത് ഉണക്കി എടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം റോസ് വാട്ടർ ഒരു 2-3 സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഒരു ക്യാപ്സ്യൂൾ ഉപയോഗിച്ചാൽ മതിയാകും. വരണ്ട ചർമ്മമുള്ളവർക്ക് 2-3 ക്യാപ്സ്യൂൾ വരെ ഉപയോഗിക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ സിറത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലോ കൂടി നമ്മുടെ ഫേസിന് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒരു സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ഇത് കവർ ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 6 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 6 മണിക്കൂറിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായി
പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെ എല്ലാ നീരും തന്നെ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ കറ്റാർ വാഴ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി ഉപയോഗിക്കുന്നതാണ് നല്ലത്. മുഖം നന്നായി കഴുകിയതിന് ശേഷം 4-5 തുള്ളി എടുത്ത് മുഖത്ത് ഒരു ജെൻറ്റിൽ മസാജ് പോലെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക.